ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വിബുസ് വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അതെ, ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു. എന്തായാലും ഒരുങ്ങി ഇറങ്ങും. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുത്താൽ എന്താണെന്ന്. അപ്പോൾ നമുക്ക് റെഡി ആയാലോ? ഇതാണ് ഞാനിന്ന് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്ന പേർപ്പിൾ കളർ ചുരിദാർ. നെക്സ്റ്റ് ഫേസ് മേക്കപ്പ്. ഞാനൊരു പ്രൈമറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ കളർ എസൻസിൻ്റെ ഞാൻ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയ സമയം മുതലേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കളർ എസൻസിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അത് തന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുന്നത്. ഞാനത് മാറ്റി ഉപയോഗിക്കാനായിട്ട് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇതേ അതിൻ്റെ ഒരു പ്രൈമറാണ് കേട്ടോ, കളർ എസൻസിൻ്റെ പ്രൈമർ. ഒരു ഇച്ചിരി എടുത്ത് മുഖത്തും കഴുത്തിലുമായി നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കും. അടുത്തത് കളർ എസൻസിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ് കേട്ടോ, HD ഫൗണ്ടേഷനാണ്. അതും ഇതുപോലെ പ്രൈമർ യൂസ് ചെയ്ത പോലെ കുറച്ചെടുത്ത് മുഖത്തും കഴുത്തിലും തേച്ച് പിടിപ്പിക്കുക. കളർ എസൻസിൻ്റെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഞാൻ ബ്ലെൻഡിങ് സ്പോഞ്ചിന് പകരം പൗഡർ പഫാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് മേരി ജോക്കിൻ്റെ വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിലാണ് കേട്ടോ. എനിക്ക് ഐബ്രോസ് എപ്പോഴും ഇച്ചിരി കട്ടിക്ക് വരച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം. കാരണം ഹെയർ വോളിയം കുറവാണ്, അതുകൊണ്ടാണ്. ഡ്രസ്സിൻ്റെ മാച്ചിനൊരു കല്ല് വെച്ച് പൊട്ടും വെച്ചു. നല്ലോണം കണ്ണെഴുതാനൊന്നും അറിയില്ലെങ്കിലും മാക്സിമം കണ്ണ് വൃത്തികേടാവാത്ത രീതിയിൽ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന് ഞാൻ എടുത്തേക്കുന്ന കളർ എസൻസിൻ്റെ വാട്ടർ പ്രൂഫ് HD ഐലൈനറാണ് കേട്ടോ. മുകളിലും താഴെയുമായി ഐലൈനർ വരച്ചു കഴിഞ്ഞാൽ കണ്ണിനകത്തേക്ക് ഹിമാലയയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. കളർ എസൻസിൻ്റെ തന്നെ മസ്കാരയാണ് അടുത്തിടാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ലിപ്പ് ലൈനർ വരച്ചു കൊടുത്തു. എപ്പോഴും ലൈനർ വരച്ചിട്ട് തന്നെ ലിപ്സ്റ്റിക് ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ലിപ്സ്റ്റിക്കിനും ഇടുന്നതിനൊരു ഭംഗി തോന്നിക്കില്ല. ഇതിപ്പോൾ കളർ എസൻസിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ലിപ്സ്റ്റിക് ഇട്ട ശേഷം ഒരു ടിഷ്യൂവിൽ ഇതുപോലെ തുടച്ച് ആവശ്യത്തിന് മാത്രം. എനിക്ക് ഓവറായിട്ട് ഇടുന്നത് ഇഷ്ടമല്ല. നെക്സ്റ്റ് മുടിയൊന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴേക്കും മുടിയുടെ കട്ടി കുറഞ്ഞതായിട്ടോ ഈ കാണിച്ചു തരുന്നത്. എനിക്ക് ഓയിൽ നല്ലോണം തേക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ കുളിച്ച ഒരു ഫീല് പോലും എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് നല്ലോണം ഓയിൽ തേച്ചാണ് ഞാൻ കുളിക്കുന്നത്. ഓയിൽ ഞാൻ കഴുകി കളയാറുമില്ല. ഹസ്ബൻഡ് തന്നെ കുങ്കുമമൊക്കെ തൊട്ട് തന്നു, പൂവ് വെച്ച് തന്നു. എന്നോട് നേരത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടില്ല, ഔട്ടിങ് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് തന്നു കേട്ടോ. കുറേ നാളുകൊണ്ട് ഞാനൊരു സ്മാർട്ട് വാച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് വാങ്ങി തന്നിട്ട് ഇതുപോലൊരു സന്തോഷമില്ലായിരുന്നു കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു വലിയ ഡയറി മിൽക്ക് വാങ്ങി തന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴും ഉണ്ട് സർപ്രൈസ്, തീർന്നിട്ടില്ല. ഒരു കുഞ്ഞ് കേക്ക് കട്ടി. ഈ സമയമില്ലാത്ത നേരത്തും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.